നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്നാ പിന്നെ വേറെ എന്തെങ്കിലും നല്ല ബിസിനസ് നീ തന്നെ നിന്റെ അളിയന് പറഞ്ഞു കൊടുക്ക്. തൽക്കാലം ബിസിനസ് ഒന്നും വേണ്ട. ധനേട്ടൻ കമ്പനി തന്നെ ജോലി ചെയ്യട്ടെ. അല്ല, അത് വേണോ ശബരി? എന്നെ വിശ്വാസമില്ലാത്തതുകൊണ്ട് ആ തസ്തിക തന്നെ വേണ്ടെന്ന് വെച്ചല്ലേ നീ? ഇപ്പോഴും അച്ഛനും നീയൊന്നും എന്നെ പൂർണ്ണമായി വിശ്വസിച്ചിട്ടില്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് ശരിയാ. ആ 1,00,000 രൂപ ആരെടുത്തു എന്നറിഞ്ഞാലേ നീയും സംശയത്തിന്റെ നെഴിലിന്ന് പുറത്തു വരൂ. അല്ലച്ചാ, അതിന് തെളിയിക്കേണ്ട ഞങ്ങളൊന്നുമല്ല, ഈ ശബരിയ. ഞങ്ങൾ എടുത്തിട്ടില്ല എന്ന് ഞങ്ങൾ തെളിയിച്ചു. ഞങ്ങളെ സംശയിച്ചതിന് പ്രായശ്ചിത്തമായി യഥാർത്ഥ പ്രതിയെ കണ്ടുപിടിച്ച് ഞങ്ങളുടെ മുന്നിൽ എത്തിക്കേണ്ട കടമ ഈ ശബരിക്ക് തന്നെയാണ്. അത് ധനേട്ടൻ പറഞ്ഞത് വളരെ ശരിയാ. കാശ് സൂക്ഷിച്ച അനിതയും അത് എടുത്തോണ്ട് പോയ ദയയടക്കം പലരും ഉണ്ടല്ലോ അച്ഛാ ഇതിനകത്ത്. ആ, ചായയൊന്നും വേണ്ട, ഞങ്ങൾ കുടിച്ചിട്ടാ വന്ന്. ഞങ്ങളെ ചോദ്യം ചെയ്ത പോലെ അവരെയും ചോദ്യം ചെയ്ത് സത്യം നീ കണ്ടുപിടിക്കണം ശബരി. അതിനുശേഷം ധനേട്ട നിന്റെ കമ്പനിയിലേക്ക് ജോലിക്ക് വരണോന്ന് ആലോചിക്കാം, അല്ലേ ധനേട്ട? അതെ, അന്തസ് വിട്ട ഒരു കളിക്കും ഇനി ഞങ്ങളെ കിട്ടത്തില്ല. വാസ്തി രഘുവേട്ടൻ ദാസങ്ങളിനെ കണ്ട ശേഷം പഞ്ചരത്നത്തിലേക്ക് പോവോ? അറിയില്ല.